നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ തിരികെ കിട്ടാൻ ശ്രമം തുടരുന്നു. ഫ്ളാഗ് മീറ്റിംഗ് വഴി മോചനത്തിനാണ് ശ്രമം. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി കശ്മീരിലുണ്ട്. ബൈസാരൻ മേഖലയിൽ തീവ്രവാദികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ജമ്മു കശ്മീരിലെത്തും. രാവിലെ 11 മണിയോടെ അനന്ത്നാഗിലെത്തുന്ന രാഹുൽ പരുക്കേറ്റവരെ സന്ദർശിക്കും. ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി മെഴുകുതിരി തെളിയിക്കും. അതിനിടെ ഇന്ന് ആരംഭിക്കാനിരിക്കുന്ന കോൺഗ്രസിന്റെ ഭരണഘടനാ സംരക്ഷണ റാലി മാറ്റിവെച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് 12 മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം തുടരുകയാണ്. പഹൽഗാം ആക്രമണത്തിൽ പകച്ച് കശ്മീരിലെ ടൂറിസം മേഖല. കശ്മീർ സന്ദർശിക്കാൻ തീരുമാനിച്ച വിനോദസഞ്ചാരികളിൽ 60% പേരും യാത്ര വേണ്ടെന്ന് വെച്ചെന്ന് കണക്ക്. മെയ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ കശ്മീർ സന്ദർശിക്കാൻ തീരുമാനിച്ചവരാണ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര ഉപേക്ഷിച്ചത്. വിമാന ടിക്കറ്റുകളും ഹോട്ടൽ ബുക്കിംഗും ക്യാൻസൽ ചെയ്യുന്നത് വ്യാപകം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ നാളെ നടക്കും. നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് ചടങ്ങുകൾ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം തുടരുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ 1 ലക്ഷത്തോളം പേരാണ് പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. വയനാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ രാത്രിയാണ് പൂളക്കൊല്ലി സ്വദേശി അറുമുഖൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നാട്ടുകാരുടെ ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് ഇന്നലെ മൃതദേഹം വിട്ടുകൊടുത്തത്. സംഭവത്തിൽ ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. കുന്നത്തുകാൽ ത്രേസ്യാപുരത്ത് 52-കാരിയായ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇന്ന് ശിക്ഷ വിധിക്കും. ഭർത്താവ് കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീർ കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിൻകര അതിയന്നൂർ അരുൺ നിവാസിൽ അരുണിനാണ് ശിക്ഷ വിധിക്കുക. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീറാണ് വിധി പറയുക. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ ആരോപണ വിധേയരായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. വാദം പൂർത്തിയായാൽ അവധിക്കാല ബെഞ്ച് ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുത്തേക്കും. 6 വിദ്യാർത്ഥികൾ കോഴിക്കോട് ഡിറ്റൻഷൻ സെന്ററിലാണ് നിലവിൽ കഴിയുന്നത്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണം സംബന്ധിച്ച കേസിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാൻ സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയെ എതിർത്ത് തിരുവനന്തപുരം പോലീസ് റിപ്പോർട്ട് നൽകും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേർന്ന യുവതിയുടെ അമ്മയുടെ വാദവും ഹൈക്കോടതി കേൾക്കും. യൂട്യൂബർ മുകേഷ് M. നായർക്കെതിരെ പോക്സോ കേസ്. പരാതിയിൽ തിരുവനന്തപുരം കോവളം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഫെബ്രുവരിയിൽ നടന്ന പ്രമോഷൻ വീഡിയോയെക്കുറിച്ച് ഇപ്പോൾ പരാതി നൽകുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മുകേഷ് പ്രതികരിച്ചു. മണി ബ്ലാക്ക്മെയിലിംഗ് ആണ് നടക്കുന്നതെന്നും മുകേഷ് ആരോപിച്ചു. പുനഃസംഘടന ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ KPCC വിശാല എക്സിക്യൂട്ടീവ് യോഗം ഇന്ന്. PV അൻവറിന്റെ മുന്നണി പ്രവേശന കാര്യവും ചർച്ചയാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ കാര്യവും വിശാല നേതൃയോഗത്തിൽ ഇടം പിടിക്കും. രാവിലെ 11 മണിക്കാണ് ഇന്ദിരാഭവനിൽ യോഗം ചേരുക. പൊതുവേദിയിൽ പരസ്പരം പുകഴ്ത്തി VD സതീശനും PV അൻവറും. ചുങ്കത്തറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് മെഷീനുകൾ കൈമാറുന്ന ചടങ്ങിലായിരുന്നു ഇരുവരും പരസ്പരം പുകഴ്ത്തുകയും അഭിനന്ദിക്കുകയും ചെയ്തത്.
പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സംഘടനാ ചുമതല തീരുമാനിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരുന്നു. എന്നാൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് നൽകേണ്ട പോഷക സംഘടനകൾ, പാർട്ടി സ്ഥാപനങ്ങൾ എന്നിവയുടെ ചുമതല തീരുമാനിച്ചിരുന്നില്ല. പാർട്ടി സംസ്ഥാന സെന്ററിൽ ആരൊക്കെ പ്രവർത്തിക്കണമെന്നും തീരുമാനിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യത്തിലും ധാരണയുണ്ടായേക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ചർച്ചയാകും. നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതി യോഗവും ചേരുന്നുണ്ട്. സിപിഐ ദേശീയ കൌൺസിൽ യോഗം ഇന്ന് സമാപിക്കും. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സംഘടനാ സ്ഥിതി സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇന്നലെ നടന്നത്. കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച ചർച്ചയാണ് ഇന്നത്തെ അജണ്ട. മുതലപ്പുഴയിൽ ഡ്രഡ്ജർ ഇന്നെത്തും. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തുന്നതോടെ അഴിമുഖത്തെ മണൽ നീക്കം വേഗത്തിലാകും. ഡ്രഡ്ജറിന് കടന്നുവരാൻ കഴിയും വിധം അഴിമുഖത്ത് നിന്നുള്ള മണൽ നീക്കം ചെയ്തു. വലിയ ഡ്രഡ്ജർ പ്രവർത്തനം തുടങ്ങുന്നതോടെ അഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ പൂർണ്ണമായി മാറ്റാമെന്നാണ് പ്രതീക്ഷ. അടുത്ത വർഷം മുതൽ UP ക്ലാസുകളിലും പാസ് മാർക്ക് ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ്. 5, 6, 7 ക്ലാസുകളിലും സബ്ജക്ട് മിനിമം ഏർപ്പെടുത്തും. 8ാം ക്ലാസ്സിൽ വിജയകരമായി സബ്ജക്ട് മിനിമവും തുടർ ക്ലാസുകളും നടപ്പാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ച മികച്ച പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ കേരളത്തിലെ ചിലയിടങ്ങളിൽ ശനിയാഴ്ച വരെ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന് KSEB. കക്കയം ജലവൈദ്യുത പദ്ധതിയുടെ പെൻസ്റ്റോക്കിൽ ലീക്കേജ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷ മുൻനിർത്തി വ്യാഴാഴ്ച രാവിലെ മുതൽ വൈദ്യുതോൽപാദനം നിർത്തിവച്ചിരിക്കുകയാണ്. അരമണിക്കൂർ സമയത്തേക്കായിരിക്കും നിയന്ത്രണം. ഉപഭോക്താക്കൾ വൈകിട്ട് 6 മണിക്ക് ശേഷം വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും ബോർഡ് വ്യക്തമാക്കി. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. ഇനി 9 മണി വാർത്തയിൽ ശ്രീജ ശ്യാം ചേരും. നമസ്കാരം.